ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേണ്ടേ നമ്മുടെ ഗീതുവും അവർണികയും തമ്മിലുള്ള കണ്ടുമുട്ടൽ സംഭവിച്ചിരിക്കുന്നു. അവർണിക ഗീതുവിനെ കാണാനായിട്ട് വന്നു. അപ്പൊ എന്തിനാ അവർണിക എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നിട്ട് എന്നെ ഫൂളാക്കരുത് ഗീതാഞ്ജലി എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിശ്വസിച്ചു, ഒരുപാട് വിശ്വസിച്ചു. പക്ഷെ ഗീതാഞ്ജലി, നീ എന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അവർണിക. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിച്ചുവിനെ എനിക്ക് വിട്ടു തരണം എന്ന് അവർണിക ഗീതുവിനോട്, എന്റെ ഭർത്താവിനെ എനിക്ക് വേണം പ്ലീസ് എന്ന് പറഞ്ഞ് കൈ കൂപ്പി യാചിക്കുന്നു. അപ്പൊ അവർണിക എന്താ പറഞ്ഞത്? കിഷോറിന് ഞാൻ വിട്ടുതരണമെന്നോ? അതെ, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട്, അത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്റെ വയറ്റിൽ വളരുന്ന അവന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും പാടില്ലെന്ന്. അപ്പോഴേക്ക് ഇതേ നമ്മുടെ ഗോവിന്ദ് വണ്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി. ഗോവിന്ദ് ഇത് കണ്ടു എന്നുള്ളത് അവർണിക കാണുന്നില്ല. നീ അനാവശ്യ കാര്യങ്ങളാ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് കിഷോർ ആണെന്നുള്ള കാര്യം ഗീതു അന്നേരം പറഞ്ഞു. അവനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് അവസാനിക്കും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് അവർണിക പറയണു. എന്നിട്ടാണ് ഞാൻ ഇങ്ങ് വന്നിരിക്കുന്നതെന്നും. അപ്പൊ എന്ത് തെളിവുകളാണ് നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പം അതോടി കേട്ട് കഴിഞ്ഞാൽ നിനക്ക് നിന്നോട് തന്നെ വെറുപ്പ് തോന്നുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേൾക്കണമെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. അവർണികയ്ക്ക് എന്ത് തെളിവാ ഗീതുവിനെതിരെ കാണിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഇനിയും ഞാനതൊക്കെ വിശദീകരിക്കണമെന്ന് അവർണിക ഗോവിന്ദനോട് ചോദിച്ചു. എത്രയൊക്കെ വിശദീകരണം തന്നാലും ഗീതുവിനെ എനിക്ക് വിശ്വാസമാണെന്നും ഗീതുവിനെയും അവർണികയെയും തമ്മിൽ തെറ്റിക്കാൻ നിന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് കിഷോർ ആണെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഗോവിന്ദൻ. അവനാണ് എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് നിങ്ങളെ രണ്ടുപേരെയും സംശയത്തിന്റെ നിഴലിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് അവർണിക മനസ്സിലാക്കണം. അവനിനി ജീവിച്ചിരിക്കരുത്. അവന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അവർണിക ഒന്നും ഞെട്ടി. അവർണിക എന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ നോക്കും കേട്ടോ, എന്താ സംഭവം? എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അത്രയ്ക്കൊന്നും അവർണിക ചിന്തിച്ചില്ല. നേരെ ഗോവിന്ദൻ പോകുന്നത് എന്നിട്ട് കിച്ചുവിനെ കാണാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവനെ ചവിട്ടി കൂട്ടി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തിട്ട് കൊല്ലുക. നിനക്ക് എൻ്റെ ഭാര്യയെ പിന്നെയും വേണോ അല്ലേടാ? നീ എൻ്റെ ഭാര്യയെ കുറിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കുമല്ലേടാ? അവളെ മറ്റുള്ളവർക്ക് മുന്നിൽ വൃത്തികെട്ടവളാക്കി മാറ്റാൻ ശ്രമിക്കുന്നോടാന്ന് ചോദിച്ചപ്പം സാറത് വിശ്വസിക്കണം, ഞാനും ഗീതുവും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ എടുത്തിട്ട് കൂട്ടുകൊന്നിട്ട്, ദേ ഇനി എൻ്റെ ഗീതുവിനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ കൊല്ലുവട നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് അവനെ എടുത്തിട്ട് ഇടിക്കുന്നു. എൻ്റെ കഴുത്തെല്ലാം പൂച്ചു കൂട്ടി. ദേ എനിക്കറിയാം നീ കളിക്കുന്ന പ്ലേ എന്താണെന്ന്. ഗീതുവിനെ എന്നിൽ നിന്ന് അകറ്റാൻ ആരാടാ നിന്നെ വിലക്കെടുത്തത്? അപ്പൊ ആരുമില്ല, ഞാനും ഗീതുവും മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും ഗീതു മാത്രമാണെന്ന് ഇപ്പം വീണ്ടും പറയുന്നു. നിന്റെ പിന്നിൽ ആരോ ഉണ്ട്, ആരാണെന്ന് പറയാതെ നീ ഇവിടുന്ന് ജീവനോടെ പോവിലിടാന്ന് പറഞ്ഞിട്ട് ഓരോറ്റ ഇടി. അപ്പോഴേക്കും അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഗോവിന്ദ് സാറേ, എന്നൊന്നും ചെയ്യല്ലേ ഗോവിന്ദ് സാറേ എന്ന് പറഞ്ഞ് സ്വന്തം കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് രാത്രി അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പൊ ഇതൊക്കെ അവർണിക കാണുന്നു. അങ്ങനെ ഗോവിന്ദൻ ഇടിച്ച കഥകളെല്ലാം ഇങ്ങനെ ഓർത്തോണ്ട് ഇതൊക്കെ കരയുന്ന. അപ്പൊ ആ ഒരു കിച്ചുവിനെ കണ്ടു. കിച്ചു ചാടി എഴുന്നേറ്റപ്പോ തൊട്ടരികിൽ ഇതേ നമ്മുടെ അവർണികയെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പം വല്ലാണ്ടായി. കട്ടിൽ നിന്ന് താഴെ വരെ പോയി. അയ്യോ സ്വപ്നമായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചാൽ ഇങ്ങനെ വല്ലാണ്ട് ഇതാവും കേട്ടോ. അവർണിക കണ്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഇവനാകെ ചമ്മി അവർണികയെ നോക്കുക. പെട്ടെന്ന് തന്നെ അവർണിക കയറി കിടന്നു, ഇവനെ മൈൻഡ് ചെയ്യാതെ. അപ്പോ AAGMന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതാടി ഇനി അങ്ങ് നടക്കാൻ പോകുന്നത്. നീ ഇതൊക്കെ കാത്തിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കഥ പറയൂ കേട്ടോ ഗീതുവിനോട്. നല്ല തണുത്ത വെളുപ്പാങ്കാലം, ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ചെല്ലുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഗീതു ഇങ്ങനെ നടന്ന സംഭവങ്ങൾ ധ്യാനെ വിളിച്ചതൊക്കെ ഇങ്ങനെ കേൾക്കുക. അങ്ങനെ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാ കഥകളെല്ലാം ഗീതുവിനെ എരിവ് കയറ്റാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം നമ്മുടെ ഗീതു ഇങ്ങനെ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ ഗീതു യു കണ്ടിന്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഗോവിന്ദന് മുന്നിൽ പറയണം. ഞാൻ കണ്ണു തുറക്കുന്നു ചുറ്റും പ്രകാശത്തിന്റെ ലോകം. അപ്പൊ ഇന്നലെ ഉറങ്ങിക്കിടന്ന ഗോവിന്ദന്റെ മുന്നിൽ അതായത് മൊബൈൽ ടോർച്ചും കൊണ്ട് ചെന്ന് നമ്മുടെ ഗീതു കാണിച്ച പ്രകാശത്തെ പറ്റി ആശാൻ പറയുന്നതേ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഗീതു പറഞ്ഞ് അങ്ങനെ ഗോവിന്ദൻ ഈ കഥയെല്ലാം വല്ലാണ്ട് അങ്ങ് വിളമ്പി കഴിഞ്ഞപ്പോഴേക്കും കണ്ണേട്ടൻ കണ്ട പ്രകാശം എന്നിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുമെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഈ പറഞ്ഞ പ്രകാശം എനിക്കും കിട്ടി, അതിന്റെ ഒരു നിർവൃതിയിലാണ് ഞാനും ഇപ്പോന്ന്.
ഇനി എന്റെ ജീവിതം മുഴുവനും ആ പ്രതീക്ഷയിലും പ്രകാശത്തിലും ആയിരിക്കും നമ്മുടെ ഗീതു പറയുക. പക്ഷേ ഞാൻ കണ്ട ആ ഒരു ശാന്തിയുടെ പ്രകാശം പെട്ടെന്ന് എന്നിൽ നിന്ന് അകന്നു പോയി എന്ന് ഗോവിന്ദൻ. എപ്പോഴും തെളിച്ചു പിടിച്ച അതിന്റെ ചാർജ് തീരില്ല എന്ന് ഗീതു നേരം മനസ്സിൽ പറയുവാണേ. ആ വെളിച്ചം അകന്നു പോയതിന്റെ സങ്കടത്തിലാ ഞാനിപ്പോ. ഒരു നിമിഷം ലൈറ്റ് അടിച്ചപ്പോ കണ്ണേട്ടൻ സ്വർഗത്തിൽ ചെന്നു. അടിച്ചപ്പോ സങ്കടത്തിലായി. എന്താ കണ്ണേട്ട ഇത്? പക്ഷേ ഞാൻ ഇനി മുതൽ എന്നും സന്തോഷത്തിന്റെ സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ ഗീതു. എനിക്ക് കിട്ടിയ ദിവ്യ വെളിച്ചം എങ്ങനെയാ നിനക്ക് കിട്ടിയ? അതങ്ങനെ ഒരു നിമിഷം കിട്ടുള്ളൂ, നിനക്ക് ഇങ്ങനെ മനസ്സിലായി? പിന്നെ ഒരു ദിവസം മുഴുവൻ ലൈറ്റ് അടിച്ച് നിൽക്കും. ഞാൻ എന്താ ലൈറ്റ് ബോയോ? കൂടുതൽ നേരം ലൈറ്റ് അടിച്ച് നിന്നാലേ എനിക്ക് ചീത്ത വീട് അനുഭൂതി കിട്ടിയേനെ എന്നൊക്കെ നമ്മുടെ ഗീതു മനസ്സിൽ പറഞ്ഞപ്പോ നീ എന്താടി പുറപുറുക്കുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ദിവ്യ വെളിച്ചത്തിൽ എനിക്ക് പുതിയൊരു സ്വർഗം തുറന്നു കിട്ടിയെന്ന് ഞാൻ കണ്ണേനോട് പറഞ്ഞില്ലേ? അവിടെ ഇന്നേക്ക് 4-ാം ദിവസം ഞാൻ കണ്ണേട്ടനെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മാറിയിരുന്നേടി എന്ന് പറഞ്ഞ അടുത്ത് എന്നിരുന്ന്, ഇതേ 4 ദിവസം കഴിഞ്ഞ് നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോ എനിക്കിന്ന് കിട്ടിയ വെളിച്ചം മൊത്തത്തിലൊന്ന് വ്യാപിച്ചു വരാൻ 4 ദിവസം എടുക്കും. ആ 4 ദിവസം കഴിഞ്ഞാ നമ്മൾ രണ്ടുപേരും ഫുൾ ടൈം സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് ചിരിച്ചു. അപ്പൊ നിനക്കിനി അടിക്കേണ്ടത് ലൈറ്റ് അല്ല ഷോക്ക് നല്ല വട്ടായിട്ടുണ്ട്. ഷോക്കിന്റെ ഒക്കെ കാലം കഴിഞ്ഞ മോനെ, ഇനി നമ്മളൊരു വിലസും എന്ന് നമ്മുടെ ഗീതു ഗോവിന്ദനോട് പറയണം. അതൊക്കെ പറഞ്ഞു ഗീതു അങ്ങനെ ഭയങ്കര സന്തോഷം കാണിക്കുക ഗോവിന്ദന്റെ മുന്നിൽ. ഗോവിന്ദൻ ഇവൾക്ക് ഇതെന്താ പറ്റിയെന്ന് ആലോചിക്കുന്നു. എന്നിട്ട് പുറത്തേക്ക് പോയി നമ്മുടെ ഗീതു ഇറങ്ങി നിന്ന് ഗോവിന്ദനെ നോക്കി കണ്ണൊക്കെ ഇറുക്കി കടിച്ചിട്ട് അങ്ങ് പോയി. ഗോവിന്ദനാണെങ്കിൽ വളരെ ഹാപ്പിയായി, ഗീതു അതിനേക്കാളും വലിയ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ ഗീതു പുറത്തേക്ക് ഇറങ്ങി. ഈ വീട്ടിൽ രഞ്ജുവുമായിട്ടുള്ള ബന്ധപ്പെട്ടുണ്ടായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ധ്യാൻ വരുന്നതോടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഈ സമയം പിന്നെ നമ്മുടെ കാഞ്ചനയെ പിടിച്ച് വലിച്ച് രേഖ മുകളിലേക്ക് കൊണ്ടുവരുന്നു. കാഞ്ചന തല പോയാലും മുകളിലേക്ക് വരുന്നില്ല. വാ കാഞ്ചനെ എന്ന് പറഞ്ഞ് രേഖ വിളിക്കുന്നുണ്ട്. അപ്പൊ ഗീതു അങ്ങ് ചെന്നു. എന്താ രേഖ ചേച്ചിന്ന് ചോദിച്ചു. ഇവള് പറയുന്നത് ഈ ഭാഗത്ത് പ്രേതബാധ ഉണ്ടെന്നാ, ഈ വീട്ടിൽ നിൽക്കുന്നില്ല പോകുന്നില്ലെന്നൊക്കെയാണെന്ന് പറഞ്ഞു. സത്യമായും ഞാൻ കണ്ടതാ, നിങ്ങളുടെ റൂമിന്റെ മുന്നിൽ ഒരു തീഗോളം സത്യമായിട്ടും കണ്ടെന്ന് പറഞ്ഞു. തീഗോളവോ? അതുപോലത്തെ പ്രകാശവും എന്റെ നേർക്ക് വന്നു. അത് അടുത്ത് വന്നപ്പോ രക്ഷയായി മാറി. അപ്പൊ അതും ഗീതു ആലോചിച്ചു, അത് ഗീതു ആണല്ലോ എന്ന്. ഞാൻ ബോധം കെട്ട് വീണു എന്നൊക്കെ പറയണു. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ, ഇവളെ ബോധം കെടുത്തിട്ട് ആ വെളിച്ചം ബാൽക്കണിയിലോട്ട് പോയെന്ന് ഇവള് പറയുന്നത്. എങ്കിലേ അത് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടി ചത്ത് കാണുമെന്ന് ഗീതു പറയുകയാണ്. അപ്പൊ ഗോവിന്ദൻ അങ്ങ് ഇറങ്ങി വന്നു. ഗോവിന്ദൻ ഇത് കേൾക്കുവാട്ടോ. പണ്ട് ഇടി വെട്ടിയപ്പോ എന്റെ വീട്ടിലും ഇതുപോലൊരു തീഗോളം ഉണ്ടായി. തെങ്ങും കത്തി വീടും കത്തി. ആ തീഗോളത്തിൽ തൊട്ടിരുന്നെങ്കിലേ കാഞ്ചന അപ്പ ഷോക്കടിച്ച് ചത്തേനെന്ന് രേഖ പറയുക. ഇതൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ കേൾക്കുവാട്ടോ. ചമ്മി ഇനിയിപ്പോ അതുമല്ലായിരിക്കും എന്ന് ആലോചിച്ചു. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചേ. കാഞ്ചന ഉദ്ദേശിച്ച വെളിച്ചം എത്ര മണിക്കാ കണ്ടത്? അടുത്ത പ്രാന്തം വന്നു എന്ന് ഗീതു. അത് പിന്നെ അപ്പോഴേക്കും ഒരു 5 മണിയായി കാണും. അപ്പൊ ഗോവിന്ദൻ ഇങ്ങനെ അത് ശരിയാണല്ലോ. അപ്പൊ ഗീതുവിന് കാര്യം മനസ്സിലായി. ഗീതു നേരം അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞൊന്ന് കാണിക്കാം. നമ്മൾ രണ്ടുപേരും വെളുപ്പാകാലത്ത് സ്വർഗീയ വെളിച്ചം കണ്ടില്ലേ? അതേ സമയത്ത് തന്നെ കാഞ്ചനക്കയും കണ്ടു എന്നാ പറയുന്നേ. പക്ഷെ കാഞ്ചനക്കയ്ക്ക് അത് പ്രേതബാധയായിട്ടാ തോന്നിയത്. അതെ, അതൊരു പെണ്ണായി മാറി ഉറപ്പാ. ഇനിയിപ്പോ ഈ വീട്ടിൽ ആരൊക്കെ വെളിച്ചം കണ്ടോ ആവോന്നൊക്കെ ഗീതു പറഞ്ഞപ്പോ, അല്ല ഞാനും നീയും കണ്ട പ്രകാശം എങ്ങനെ അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു. അത് വെറും വെളിച്ചമാണോ? അത് പിന്നെ വലിയൊരു പ്രകാശമല്ലേ? അങ്ങനെ വല്ലതും പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ കണ്ടേട്ടാ? ഇതൊക്കെ ഗീത കിടന്നവരുണ്ട് കളിക്കാം. എന്റെ ദൈവമേ, ഇത് എന്നതാണ് ഇവിടെ? എനിക്ക് വയ്യ. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടെ, കുടുംബം തന്നെ രക്ഷപ്പെട്ടേന്ന് ഗീതു. എന്നിട്ട് രേഖ ഈ കാഞ്ചനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുക. മതി ഇനി ഒന്നും പറയണ്ടെന്നും പറഞ്ഞു. പോണ പോക്കിന് ഇതേ പ്രേതം എന്നും പറഞ്ഞ് ഗീതു നമ്മുടെ കാഞ്ചനയെ കളിയാക്കുന്നു. അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞപ്പോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛൻ, അതായത് ഗീതുവിന്റെ അച്ഛൻ ഭദ്രൻ ഫോൺ എടുത്ത് കിഷോറിനെ വിളിക്കുക. എന്റെ സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നീ എന്റെ ഭാര്യയെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് 1 ലക്ഷം നക്കാപ്പിച്ച് തന്നിട്ട് ഇരിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതിനു വേണ്ടി എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോ അവര് എനിക്ക് തന്നത് 1 കോടിയാണെന്ന് പറഞ്ഞു കിഷോർ. 1 കോടിയോ 100 കോടി ചോദിച്ചാലും അവരെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി നിനക്ക് തരും. ആ 100 കോടിയല്ല എന്റെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞപ്പോ, നിന്റെ ലക്ഷ്യം എന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് കാശ് വേണം എന്ന് പറഞ്ഞു ഭദ്രൻ എഴുതി പൈസ, അതായത് 1 ലക്ഷം രൂപയുടെ 2 കെട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തലയ്ക്ക് മുകളിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാ നമ്മുടെ വിലാസിനെ അതിലാ വരുന്നതും ഈ പൈസ കാണുന്നതും. അപ്പൊ നീ എന്താണോ ഒന്നും മിണ്ടാത്തേ? ആ വീഡിയോ എന്റെ ഫോണിലേക്ക് അയച്ചു തന്നേടാ എന്ന് പറഞ്ഞപ്പോ, അങ്കിളെ ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ കൂടെ നിന്നാൽ
എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഞാൻ തരും. അല്ലെങ്കിലേ മകളുടെയും മരുമകന്റെയും ചവിട്ടും തുപ്പുവേറ്റ് അവിടെ ഒരു പട്ടിയെ പോലെ കിടക്കേണ്ടി വരും. അത് മതിയോന്ന് ചോദിച്ചു. അപ്പോ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോടാ? നീ എന്താ വിചാരിച്ചേ? ആഹാ, എന്നെ ഭീഷണിപ്പെടുത്തിയോ? നക്കാപ്പിച്ചതെന്നോ പൂട്ടിക്കെട്ടാവെന്നോ? നാട്ടക്കില്ലടാ. ദേ ഭദ്രന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് കിഷോറിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ മോളോടും ഗോവിന്ദനോടും കുറ്റസമ്മതം നടത്തും. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം വിലാസിനി അറിയുന്നത്. കാര്യങ്ങൾ ഞാൻ അവരോട് തുറന്നു പറയും എന്ന് വിലാസിനി കേൾക്ക ഇയാളിരുന്ന് പറയാ. അപ്പതേ അപർണികയും പിന്നാലെ വന്നു. അപർണിക ഇത് നിന്ന് കേൾക്കുന്നു. ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം മറക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴും വിലാസിനി ഇങ്ങനെ നിൽക്കുന്നു. അപർണിക നിൽക്കുന്നത് നമ്മുടെ കിച്ചു കണ്ടു. കിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ കിച്ചു ഇങ്ങനെ വല്ലാത്ത ആ ഒരു ഇതിലിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ആ സമയം വേഗം കോൾ അങ്ങ് കട്ട് ചെയ്തു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുവാണ് നമ്മുടെ വിലാസിനി. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ കിച്ചു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. കിച്ചു അവിടെ നിന്ന് പോയപ്പോൾ അപർണിക അവിടെ നിന്ന് ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അപർണികയ്ക്ക് മനസ്സിലായി ഇവിടെ ഫോൺ വിളിക്കായിരുന്നു. അന്നേരം കിഷോറിന് സന്തോഷമായി. ഈ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകളൊക്കെ ആയിട്ട് വിലാസിനി ഭദ്രന്റെ അടുത്ത് ചെല്ലുന്നു. എനിക്കിതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കാശില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇത് എന്താണെന്ന് ചോദിച്ചു. ഈ പൈസ തട്ടിപ്പറിച്ചു. ഇത് നിനക്ക് വേണ്ടിയിട്ട് ഉള്ള പൈസയല്ല, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇത് എന്താ ഭദ്രേട്ട, എനിക്ക് ആരും പൈസ തരുന്നില്ല, ആർക്കും എന്നെ വേണ്ടല്ലേ ഭദ്രേട്ട എന്നൊക്കെ ചോദിച്ചു. വിലാസിനി ഭയങ്കര കരച്ചില്. ഓ നീ പോയാലും ഒരു കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പെമ്പിള്ളേരെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഭദ്രൻ അവിടെ നിന്ന് പോകുന്നത്. ഭദ്രൻ അവിടെ നിന്ന് പോയപ്പോൾ പ്രിയ അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്താ അടുക്കളയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തെ? അവിടെ ഒരുപാട് ജോലികൾ കിടക്കുകയാണെന്ന് നമ്മുടെ പ്രിയ പറഞ്ഞു. എനിക്ക് തീരെ വയ്യ മോളെ, മോൾ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കാണിച്ചപ്പോൾ ജോലി ചെയ്യാതിരിക്കാൻ അമ്മ ഇങ്ങനെ കുറേ നമ്പറുകൾ ഇറക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഇതൊന്നും നമ്പർ അല്ല മോളെ, സത്യം എനിക്ക് പരിശോധന നടത്തണം, അതിന് എനിക്ക് 50,000 രൂപ വേണം. കണ്ണാടി വെക്കാനെന്നും പറഞ്ഞ് 2,000 രൂപ വാങ്ങിച്ചിട്ട് പുട്ടടിച്ച് നിൽക്കുക. ഇനി 50,000 രൂപ കിട്ടിയത് തന്നെ. അമ്മയ്ക്ക് കാശ് തരരുതെന്ന് ഞാൻ ഗീത ചേച്ചിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.